ഫയർഫോഴ്സിനൊക്കെ അപ്പോൾ എല്ലാം എന്തൊക്കെ അവരെ സഡൻ SP വയനാട് ജില്ല മൊത്തം അലർട്ടാക്കി ഫയർഫോഴ്സിനൊക്കെ വിട്ടു. അപ്പോൾ ഇവർ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് സഹായിക്കാൻ പോയി. അങ്ങനെ ഒരു വർഷത്തിൽ വരെ വെള്ളം കയറി എങ്ങനെയൊക്കെ ചളി നീന്തി ഇപ്പോഴെത്തിയത്. അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെടും. ഞാൻ അവർ നിൽക്കുന്ന വീട് ഞാൻ കാണിച്ചുതരാം. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ 10 പേരുണ്ട് HFSയിരുന്നു. അപ്പോൾ അവരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് സാർ ഇതാണ് ഇപ്പോൾ അവർ പ്രസൻറ്റ് ഉള്ള വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങൊക്കെ അവർ തരും. ഇപ്പോൾ എൻ്റെ മോളുടെ വീടാണ് ഈ ആ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഉരുള് പൊട്ടിയിട്ട് വന്നത്. എന്താണ് സാർ അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ചൂരൽമല. ഇതാണ് ബെയിലിപ്പാലം, മറ്റേ മിലിറ്ററിക്കാർ കെട്ടില്ലേ ബെയിലിപ്പാലം. ഇതാണ് അത് ഇവിടെയാണ് ഇവർ അങ്ങനത്തെ അവിടുന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വീടുണ്ട്, അതും കൂടി ഒളിച്ചു പോയി. ഇവർ താമസിച്ചു പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയി രക്ഷപ്പെട്ടു സാർ. അപ്പോൾ അവിടുന്ന് ഇവരെ വാപ്പാൻ്റെ അനിയനും മക്കളും പേരക്കുട്ടികളും, അതേമാതിരി ഇവരെ വേറെ ഒരു വാപ്പാൻ്റെ അനിയനുണ്ട്, അവരെ മക്കളും പേരക്കുട്ടികളും എല്ലാം പോയി. തൊട്ടടുത്ത് 14 പേര്, ഉപ്പന്റെ 2 അനിയന്മാര്, ഭാര്യമാര്, പേരക്കുട്ടികള്, എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടുകാരും എല്ലാവരും പോയി. ഇല്ല സാർ, എൻ്റെ കാര്യം ഞങ്ങളത് പരിചയപ്പെടുത്താതെ ഇത് റിട്ടയർഡ് CA ഉണ്ണിക്കുട്ടി സാറ് പോലീസിലും എക്സൈസിലും പടിയത്താണ് ഉള്ളത്. ചെറുപ്പശ്ശേരി ചെറുപ്പശ്ശേരിയാണ്. ഞാൻ സോമസുന്ദരൻ CA ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡോക്ടർ കൃഷ്ണദാസ് പെരുന്നാളിന് അമൃതം ആയുർവേദ ക്ലിനിക്ക് നടന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ പബ്ലിക് കാര്യങ്ങളൊക്കെ ഇടപെടണം. ഇത് നമ്മൾ KP സൈദാക്ക എന്ന് പറയും. നമ്മുടെ പോലീസിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ്, പുള്ളിയുടെ അനിയനാണ് അംസപ്പ. അത് പിന്നെ ഞങ്ങളുടെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി, ജൂനിയർ ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി വക്കീലാണ് ആള്. പുള്ളി പിന്നെ ഇവിടുന്ന് ഏട്ടനൊക്കെ പറ്റി താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ആരാണ് ഇവിടുന്ന് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടൊന്നും പറഞ്ഞു ഞങ്ങളൊക്കെ പ്രതിനിധീകരിക്കണേ മോളെ. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട്. അതിന്റെ സെപ്റ്റംബർ വരെ വാടക വീട് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അവിടെയാണ് ഒത്തിരി താമസിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ കളക്ടറേറ്റിൽ നിന്നൊക്കെ കുറച്ച് സാധനമൊക്കെ കിട്ടി തോന്നുന്നുണ്ട്. ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു. കാരണം നമ്മള് ഈ അർഹിക്കുന്നവർക്കൊന്നും കിട്ടില്ല. നമ്മള് കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയി ആൾക്കാരാ. ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോ പോകാത്തവരും നമ്മള് കിട്ടിയെടുത്ത് ബാക്കിയുള്ളവരും പറയുമ്പോ പോകാത്തവർക്ക്, വീടൊന്നും നഷ്ടപ്പെടാത്തവർക്കൊക്കെ എല്ലാ സാധനങ്ങളും ഇത് കിട്ടുക. നമുക്ക് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും പൈസ പോലും ഇപ്പൊ ഞാൻ വേലായിട്ടനോട് പറയാം, ഒരു 10,000 എന്ന് പറയുന്ന ആ പൈസയോ അല്ലെങ്കിൽ ഒരു 300 രൂപ പോലും നമ്മൾ അർഹിക്കുന്നവർക്ക് കയറിയിട്ടില്ല അക്കൗണ്ടിലോട്ട്. നമുക്ക് എന്ന് പറയുമ്പോ നമുക്ക് ഇനി ഒന്നും ഇല്ലല്ലോ. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പ് വരുന്നുണ്ട്. എത്തുന്നില്ല. അതാണ് സംഭവം. ഇത് എല്ലായിടത്തും പറ്റുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി തന്നെ 1 മുതൽ തുടങ്ങിയിട്ട് വേണം സാറൊക്കെ. സീറോ ഇവർ എടുത്ത ഡ്രസ്സ് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സാർ ഇവര്. കേട്ടോ, ഇവർ പഴയ വീടാണ് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് കാണിച്ചു തരാം. മുനീറിന്റെ വീടൊക്കെ നിങ്ങൾ അടുത്തായിരുന്നോ? പിന്നെ ഞങ്ങൾ നൈബറാണ്. അവര് ഞങ്ങളെ 2ാമത്തെ വീട് തൊട്ടടുത്ത വീടാണ്. എന്റെ സുഹൃത്തായിരുന്നു. മുനീറൊക്കെ രക്ഷപ്പെട്ടോ? മുനീർ, അവന്റെ ഭാര്യ, അവന്റെ മക്കള്, അവന്റെ അനിയൻ, അവന്റെ അമ്മായി എല്ലാവരും മരിച്ചു. ഒരു ഫാമിലി ഒന്നായിട്ട് പോയി, ആരുമില്ല. സോമൻ സാർ, ഇതിലിപ്പോ പ്രധാനമായിട്ട് തന്നെ നമ്മൾ നേരത്തെ കേട്ടുകേൾവിയുള്ള പോലെ ഇരകൾക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. എന്തൊക്കെയോ കൊണ്ടുവന്ന് ഇവിടെ എവിടേക്കോ എന്തൊക്കെയോ കൊണ്ട് കൊടുത്തു എന്നല്ലാതെ ഇരകൾക്ക് ഇതുവരെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് അവിടെ തന്നെ ചൂരൽമലയാണ്.
തന്നെയാണ് ഇതൊക്കെ MLA ഒക്കെ ആയിരുന്നുണ്ടെങ്കിലും വീടുന്നല്ലേ ഇവർക്ക് കിട്ടിയായിരുന്നു. വേലായുധൻ MLA-ന്റെ MLA കേരള കിട്ടിയില്ലായിരുന്നു. ഞാൻ പോയി കൽപ്പറ്റ പോയി എഴുതി കൊടുത്തതാണ്. അതിന്റെ വേലായുധേട്ടനെ എഴുതി കൊടുത്തു. അല്ല MLA കേരള ഞാനടക്കം കയറ്റി വിട്ടതാണ്. ഒരു 60-90 വീടുകളുടെ സാധനം 28 ഐറ്റംസ് ഞങ്ങൾക്കത് നമ്മൾ റോട്ടറിയിൽ നിന്നൊക്കെ കുറേ സഹായങ്ങൾ വന്നിരുന്നുണ്ട്. റോട്ടറി ഇന്റർനാഷണൽ MLA-ന്റെ അവിടെ നിന്ന് കട്ടില്, അൽമാറ ഇട്ടിട്ടില്ല, ടേബിള്, കുക്കറ്, ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന്റെ നല്ലോണം സഹായമുണ്ട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് അവരെന്നെയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായം MLA-യുടെ എല്ലാവരും കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു സഹായം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ കുറച്ച് കിട്ടി. ഓണം പ്രമാണിച്ചാണോ അതോ അതെന്താന്നറിയില്ല. പഞ്ചായത്തിന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വീടില്ലേ, ഇത് മുസ്ലിം പള്ളിയാണ്. ഇതിന്റെ മുമ്പിലാണ് ഇത് വലത്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിലാണ് മുസ്ലിം പള്ളി, ഇടത് സൈഡിലാണ് ഇവിടെ വീട് കാണിച്ചത്. അത് കറണ്ട് വെച്ച് കറങ്ങി വരും. അപ്പൊ ഒന്നും കിട്ടുന്നില്ല. കാരണം 28 ഐറ്റം നമ്മള് 2 കട്ടില്, 2 കിടക്ക, പിന്നെ ബക്കറ്റ് ഐറ്റംസ്, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അയൺ ബോക്സ്, അടുപ്പ്, ഈ കാറ് നിൽക്കുന്നല്ലോ, ഈ കാറ് നിൽക്കുന്ന ബിൽഡിങ്സ് കംപ്ലീറ്റ് മോഡൽ ഭർത്താവിന്റെ ബിൽഡിംഗ്, ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇതൊരു വാടക കൊടുത്തിരിക്കുന്നത്. അവർക്കുള്ള വരുമാനമാണ് അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ അവർക്കുള്ള വരുമാനം. വേറെ അവർക്ക് പണിയെ തുറന്നില്ല, വേറെ വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഒരു വേട്ടന്റെ വീടാണ് മജീദിന്റെ. പ്ലേസ് അവിടെ ഇല്ല. ഇപ്പൊ ഇതാണ് അവിടെ 2 നില വീടാണ്. ഇവിടെ